നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പെരുവനം പകൽപൂരം തിങ്കളാഴ്ച രാവിലെ 3 ആനകളുടെ അകമ്പടിയോടെ നടന്നു. തുടർന്ന് പട്ടിണി ശംഖ് ചടങ്ങ് നടന്നു. ലോക്സഭാ ഇലക്ഷനിൽ വ്യാപാരികളുടെ വോട്ട് നോട്ടയ്ക്ക് ചെയ്യാൻ തീരുമാനം. ചേർപ്പിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കീഴിലെ തൊഴിലാളികളുടേതാണ് തീരുമാനം. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും യാത്രയയപ്പ് നൽകി. സാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ഉടമയായ 2.5 വയസ്സുകാരൻ ഇഷാൻ ദേവിനെ ആദരിച്ചു. കവിയും സംഗീത സംവിധായകനുമായ പന്തളം N സജിത് കുമാറും കവയിത്രി ദർശന കളരിക്കലും ചേർന്ന് ആദരവ് സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പെരുവനം പകൽപൂരം തിങ്കളാഴ്ച രാവിലെ 3 ആനകളുടെ അകമ്പടിയോടെ നടന്നു. തൊടുകുളം ഭാഗത്തു നിന്ന് തുടങ്ങിയ പൂരം അമ്മ തിരുവടിയുടെ വലതുഭാഗത്ത് ചാത്തക്കുടം തിരുവുള്ളക്കാവ് ശാസ്താക്കന്മാർ ഒരാനപ്പുറത്തും ഇടതുഭാഗത്ത് പിഷാരിക്കൽ ഭഗവതിയും 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പട്ടിണി ശംഖ് ചടങ്ങ് നടന്നു. ലോക്സഭാ ഇലക്ഷനിൽ വ്യാപാരികളുടെ വോട്ട് നോട്ടയ്ക്ക് ചെയ്യാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ തീരുമാനം. അനധികൃത വഴിയോര കച്ചവടം, പ്ലാസ്റ്റിക്കിന്റെ പേരിലുള്ള റെയ്ഡ് തുടങ്ങി വ്യാപാരികളുടെ പൊതുവായ ആവശ്യങ്ങളോട് സർക്കാരും ഗ്രാമപഞ്ചായത്തും മുഖം തിരിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ ചിറമൽ, ബെന്നി തോമസ്, P അരുൺ, മോഹനൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും യാത്രയയപ്പ് നൽകി. സാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷാജിമോൻ ഉപഹാര സമർപ്പണം നടത്തി. സമേതം കോർഡിനേറ്റർ TV മദനമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് പ്രവർത്തക സമിതി കൺവീനർ KK ഗിരീഷ് കുമാർ, ജോയിന്റ് കൺവീനർ KJ സെബി, സർവീസിൽ നിന്നും വിരമിക്കുന്ന CK ബിന്ദുമോൾ, AR പ്രവീൺകുമാർ, EV ലത, KR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അംഗീകാരങ്ങൾക്ക് അർഹരായ ജനിൽ ജോൺ, ഡോക്ടർ ശ്യാമ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ഉപജില്ലയിൽ നിന്നും 53 അധ്യാപക അനധ്യാപകരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ഉടമയായ 2.5 വയസ്സുകാരൻ ഇഷാൻ ദേവിനെ ആദരിച്ചു. PB സുധീർ അധ്യക്ഷത വഹിച്ചു. കവിയും സംഗീത സംവിധായകനുമായ പന്തളം N സജിത് കുമാറും കവയിത്രി ദർശന കളരിക്കലും ചേർന്ന് ആദരവ് സമർപ്പിച്ചു. യോഗത്തിൽ ഗ്രാമസ്വരം പത്രാധിപർ MB അജയ് ഘോഷ്, പാറളം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാനന്ദനൻ, സജീവൻ മുളങ്ങിൽ, TK ബിജുകുമാർ, സാന്ത്വന കൂട്ടായ്മ സെക്രട്ടറി KS അജയൻ, KG ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
NDA നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ തൃപ്രയാറിൽ നടന്നു. BJP ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. 2014 വരെ 3 മുന്നണിയായിരുന്നു. കോൺഗ്രസ് മുന്നണി, BJP മുന്നണി, മൂന്നാം മുന്നണി. ഈ മൂന്നാം മുന്നണി BJP വിരുദ്ധ മുന്നണിക്കകത്ത് ലയിച്ചുപോയി. അതിന്റെ ഒരു ചെറിയ കഷണമാണ് കേരളത്തിൽ നിൽക്കുന്നത്. അവരിവിടെ ആ പ്രസംഗം, ആ പ്രവൃത്തി, ആ നടപ്പ്, എടുപ്പും എല്ലാം കണ്ടാൽ നമ്മുടെ ഉപരാഷ്ട്രപതിയും BJPയുടെ മുൻ അധ്യക്ഷനുമായ വെങ്കയ്യ നായിഡു അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഗുസ്തി അവിടെ ദോസ്തി. എൻ്റെ വീട് കട്ടപ്പനയാണ്, ഇവിടെ സൂചിപ്പിക്കുന്നത്. കട്ടപ്പന ഞാൻ എല്ലാവർക്കും ഒരു പക്ഷേ അറിയില്ല, ഇടുക്കി ജില്ലയിലാണ്. മൂന്നാറിൻ്റെയും തേക്കടിയുടെയും ഇടുക്കിയുടെയും ഒക്കെ മധ്യഭാഗത്തുള്ള ഒരു വലിയ 1950കളിൽ ആന മേഞ്ഞ് നടന്ന ഒരു കുടിയേറ്റ, അതിപ്പോ നഗരസഭയാണ്. അവിടെ 30 കിലോമീറ്റർ പോയാൽ തമിഴ്നാടാണ്. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാൻ ഇടുക്കിയിലേക്ക്. ഞാൻ പലയിടത്തും പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പ്രവർത്തകരും ഒക്കെ എൻ്റെ ബന്ധം വെച്ച് അവിടെ വരാറുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരും BJP പ്രവർത്തകരും അല്ലാത്തവരുമായിട്ട് ആളുകൾ ആ സുന്ദരമായ സ്ഥലം കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവിടെ വരുന്നവർക്ക് എല്ലാ സഹായവും നമുക്ക് ചെയ്യും. അവിടെ നമ്മുടെ സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുണ്ട്. അതിന്റെ ചെയർമാനാണ് ഞാൻ. ഏതാണ്ട് 20 വർഷം മുമ്പ് തുടങ്ങിയ സ്കൂളിൽ എൻ്റെ മകനെയാണ് ആദ്യം ചേർത്തുകൊണ്ട് ആരംഭിച്ചത്. അപ്പോൾ അവിടെ വന്നാലും 50 പേരുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാം, എൻ്റെ വീട്ടിലും താമസിക്കാം. അപ്പൊ ആ നിലയിൽ അവിടെ നിന്ന് 30 കിലോമീറ്റർ പോയാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ കട്ടപ്പനയിൽ കാര്യം പറഞ്ഞത്. ഈ കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഡൽഹിയിൽ നടന്നൊരു പൊതുയോഗത്തിൽ NDA മീറ്റിംഗ്, INDAയുടെ മീറ്റിംഗിൽ പറഞ്ഞത്, ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഇരിക്കുന്ന ഏറെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, പക്ഷെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് മറ്റൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്, ഇതായിരിക്കുന്നു സീതാറാം യെച്ചൂരി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പുഷ്പഹാരം ചാർത്തി സ്വീകരിച്ചു. NDA തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ചിംഗ് സുരേഷ് ഗോപി നിർവഹിച്ചു. 5 വർഷം ഇവിടെ തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അത് പൂർണ്ണ പ്രാപ്തിയിലെത്തിക്കാൻ സാധിച്ചാൽ തൃശൂർ ജില്ലയ്ക്ക് അതുവഴി കേരളത്തിന് മുഴുവൻ അനുഗ്രഹമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് അടിത്തട്ട് പ്രവർത്തനം ശക്തമായി തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും ഇൻചാർജുമാരെയും കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയ്ക്ക് വിവിധ പരിപാടികളിലായി 14 മണ്ഡലങ്ങളിലെയും ബൂത്ത് പ്രസിഡന്റുമാരെയും ഇൻചാർജുമാരെയും കണ്ട് നേരിട്ട് മുഖാമുഖം നടത്തിക്കഴിഞ്ഞു. അപ്പൊ ഇത്രത്തോളം വളരെ ടെക്നിക്കലായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ജോലികളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ 2 അക്ക വിജയം തരാനുള്ള മനസ്ഥിതി വല്ലാണ്ട് വളർന്നിരിക്കുന്നു. അതിന് നമ്മുടെ പ്രയത്നം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്ര ഭരണം, ഗവർണൻസ്. ഓഡിയോയുടെ പിന്നണി പ്രവർത്തകരെ അദ്ദേഹം പൊന്നാടി അണിയിച്ച് ആദരിച്ചു. NDA നാട്ടിക നിയോജക മണ്ഡലം പ്രഭാരി PK ബാബു അധ്യക്ഷത വഹിച്ചു. അക്ഷയ് S കൃഷ്ണ, ഷിജോ ഫ്രാൻസിസ്, EP ഹരീഷ്, അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, പൂർണിമ സുരേഷ്, AK ചന്ദ്രശേഖരൻ, സേവ്യൻ പള്ളത്ത്, ഷൈൻ നെടിയിരുപ്പിൽ, ലാൽ ഊണുങ്ങൽ എന്നിവർ സംബന്ധിച്ചു. പശുക്കളെ കറക്കുന്നതിനിടെ വൈദ്യുതാഘാതം, 3 പശുക്കൾ ചത്തു. കറവ് നടത്തുകയായിരുന്ന ഉടമ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചേർപ്പ് വെസ്റ്റ് സ്വദേശി വല്ലചരക്കാരൻ തോമസിന്റെ 5 പശുക്കളിൽ 4 പശുക്കളാണ് വൈദ്യുതാഘാതമേറ്റ് ചത്തത്.
വീടിന് പിന്നിലുള്ള തൊഴുത്തിൽ ഞായറാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. കറക്കുന്നതിനിടെ പശുക്കൾ നിലത്തടിച്ചു വീഴുകയും പാൽപാത്രം തോമസിന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീഴുകയും ചെയ്തു. ചെറുതായി ഷോക്കേറ്റ തോമസ് ഒരുവിധം പുറത്തെത്തി. ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള തൊഴുത്തിൽ പശുക്കളെ കെട്ടിയ ഭാഗത്തെ മറ ഇരുമ്പിലാണ് പണിതിട്ടുള്ളത്. ഫാനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണെന്ന് സംശയിക്കുന്നു. ഞാൻ 2:30 മണിക്ക് കറക്കരുത്. കറന്ന് 5-ാമത്തെ കറന്നില്ല ആവശ്യപ്പോ ഞാൻ പയ്യെ എൻ്റെ മാറ്റിക്കാൻ വീണു. ഞാനെടുക്കും പയ്യൻ്റെ അടിയിൽ ഒരു കറക്കിന് ഞാൻ വലിച്ച് കാലൊക്കെ വലിച്ച് എടുത്ത് രക്ഷപ്പെട്ടു. വട്ടയും കുട്ടിപ്പലയും ഒക്കെ അവിടെയാണ് കിടക്കുന്നത് അടിയിൽ. 2:30 മണിക്ക് എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ കറന്ന് പാല് മിൽമേലിക്ക് കൊണ്ടുപോകണതാ. അരട്ടോളം മിൽമേലിക്ക് നമ്മുടെ ഈ ലൈനിൻ്റെ വീട്ടുകാർക്ക് കുറേ കൊടുത്തിട്ട് ബാക്കിയുള്ള ഞാൻ മിൽമേൽ ആറട്ടോഴയിൽ കൊണ്ടു കൊടുക്കണതാ. എന്നും തന്നെ നമ്മൾ 6 മാസം മുൻപ് ഒരു പശു ചത്തതിനെ തുടർന്ന് പകരം വാങ്ങിയ പശുവും ചത്തു. ചേർപ്പ് മൃഗാശുപത്രിയിലെ ഡോക്ടർ CA പ്രദീപിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. CC മുകുന്ദൻ MLA, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് തുടങ്ങിയവരും സ്ഥലത്തെത്തി. പഴുവിൽ അർണോസ് പാദ്രിയുടെ 292-ാം ചരമവാർഷികം പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ആചരിച്ചു. പാതുവ നാദം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്കു ശേഷം അർണോസ് പാദ്രി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. നമ്മുടെ വികാരിയെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് അതേസമയം തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില വ്യക്തിപരമായ ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ അല്പം മുമ്പ് നടന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഓഫീസിൽ പുഷ്പകർത്തിയൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, ഒരു വിശുദ്ധനായ മനുഷ്യന് ഓഫീസ് നടത്തുന്ന ആ ഒരു പ്രക്രിയ അല്ലേ നമ്മളോട് നടത്തുന്നത് എന്ന ചിന്ത എന്നിൽ എങ്ങനെയോ ശക്തി പ്രാപിക്കുന്നു. കാരണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് നിശ്ചയമായും ഈ അർണോസ് പാദ്രി ഒരു വിശുദ്ധനാണ് എന്ന ചിന്ത തന്നെയാണ്. എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും അപ്പോഴും സംശയമൊന്നുമില്ല. കാരണം എൻ്റെ ബോധ്യങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതിന് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കി പറയാം. ഈ വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നമ്മുടെ ഈ വിശുദ്ധവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വായനകളൊക്കെ നമ്മൾ കേൾക്കുന്ന ദിവസമാണ്. പഴുവിൽ ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ EM തോമസ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, നടത്തുകൈക്കാരൻ റാഫി അലപ്പാട്ട്, പാതുവാനാദം എഡിറ്റർ പിയോളി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഗായക സംഘം അംഗങ്ങളായ അനന്യ സണ്ണി, ജോപ്പോൾ ആലപ്പാട്ട്, സെറിൻ ജോസഫ് എന്നിവർ ചേർന്ന് പുത്തൻ പാന പാരായണം ചെയ്തു. ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് കത്തിനശിച്ചു. വീരംപുള്ളി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനാണ് തീപിടിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും 3 യൂണിറ്റും ഇരിങ്ങാലക്കുടയിൽ നിന്ന് 1 യൂണിറ്റും 3 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ കെടുത്തിയത്. നിരവധി ഫർണിച്ചർ ഉരുപ്പടികൾ കത്തിനശിച്ചു. സമീപത്തെ ഫർണിച്ചർ ഷോറൂമിലേക്ക് തീ പടരും മുൻപ് കെടുത്തി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീറാം, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷാജൻ, അനിൽകുമാർ, വിനോദ്, സന്ദീപ്, സഭാപതി, ശിവദാസൻ, കൃഷ്ണപ്രസാദ്, രമേശ്, മഹേഷ്, ജീമോദ്, സജിൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ഓശാന തിരുകർമ്മങ്ങൾക്ക് ശേഷം കുരുത്തോല കൈകളിലേന്തി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഓശാന തിരുകർമ്മങ്ങൾ കിഴക്കേ കപ്പേളയിൽ നിന്നും കുരുത്തോലയുമായി പള്ളിയിലേക്ക്. തുടർന്ന് ഓശാന തിരുകർമ്മങ്ങൾ നടന്നു. ഫൊറോന വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ആൽബിൻ ചൂണ്ടൽ എന്നിവർ കാർമ്മികരായി. കൈക്കാരന്മാരായ ജെയിംസ് മേച്ചേരി, പോളി മുക്കാട്ടുകരക്കാരൻ, ജെയ്സൺ തയ്യാലക്കൽ, സിജോ മാപ്രാണി, PRO ജസ്റ്റിൻ പെരൂട്ടി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ അരിമ്പൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 16 കോഴികൾ ചത്തു. ഇരുമ്പുകൂടുകൾ തകർത്താണ് കോഴികളെ കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം അവിടെ തന്നെ ഉപേക്ഷിച്ചത്. അരിമ്പൂർ NID റോഡിൽ പാവറട്ടിക്കാരൻ വർഗീസിന്റെ വീട്ടിലാണ് സംഭവം.
പുലർച്ചെ 4:30 ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് കോഴികൾ പിടയുന്നത് കണ്ടത്. കോഴികളെ പാർപ്പിച്ച കൂടിനു ചുറ്റും 8 അടി ഉയരത്തിൽ ഇരുമ്പ് നെറ്റും വലകളുമുണ്ട്. ഇതിനകത്ത് കൂട്ടിലായിരുന്നു കോഴികൾ. കോഴിക്കോടിന്റെ ഇരുമ്പ് വാതിലുകൾ തകർത്താണ് കോഴികളെ പിടികൂടി വകവരുത്തിയിട്ടുള്ളത്. മനുഷ്യരല്ല ഇതിനു പിന്നിലെന്നാണ് കരുതുന്നത്. പഞ്ചായത്തിൽ നിന്നും നാടൻ ഇനത്തിലുള്ളതും ഗിരിരാജനുമാണ് ചത്ത കോഴികൾ. കോഴികളെ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഉടമകളുടെ തീരുമാനം. വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കാനായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 50 LED ടിവികൾ സമ്മാനമായും നൽകുന്നു. 19 രൂപ മുതൽ 699 രൂപ മാത്രം വിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ഷോറൂമുകളാണ് അറ്റ്ലസിന് കേരളത്തിൽ ഉടനീളമുള്ളത്. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കാനാണ് കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ എന്നും ശ്രമിക്കുന്നത്. ഉത്സവ സീസണിനോടനുബന്ധിച്ച ജെന്റ്സ്, ലേഡീസ്, കിഡ്സിനായി ഏറ്റവും പുതിയ ട്രെൻഡ്സ് ആൻഡ് കളക്ഷൻസും ഷോറൂമുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടാതെ ഈസ്റ്റർ, വിഷു, റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെയുള്ള കാലയളവിൽ കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 50 ഭാഗ്യശാലികൾക്ക് LED ടിവികൾ സമ്മാനമായി നൽകുന്നു. ഈ ഉത്സവ സീസൺ പർച്ചേസിനായി നിങ്ങളെല്ലാവരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈസ്റ്റർ, വിഷു, റംസാൻ ആശംസകൾ അറ്റ്ലസ് മാനേജ്മെന്റ് നേരുന്നു. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, ഗണപതിയുടെയും ശാസ്താവിന്റെയും നടതുറപ്പ്, നാഗപൂജ, സർപ്പസൂക്ത പായസ ഹോമം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ സന്തോഷ് ശാന്തി മുഖ്യ കാർമ്മികനായ ചടങ്ങിൽ മേൽശാന്തി യാദവ് ശാന്തി, അനന്തു ശാന്തി എന്നിവർ സഹകാർമ്മികരായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പിന് തുടക്കമായി. നിരവധി ഭക്തർ പൂത്താലങ്ങളോടെ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പിന് ശേഷം പഞ്ചവിംശതി കലശപൂജ എന്നിവ നടന്നു. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ പുല്ലൂറ്റുണ്ണികൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണൻ നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ദീപാരാധനയ്ക്ക് ശേഷം ടീം ശിവയോഗിനി സംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് കേളി, കൊമ്പ്, കുഴൽപ്പറ്റ, തായമ്പക എന്നിവ നടന്നു. രാത്രി 9 മണിക്ക് താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിപ്പും തുടർന്ന് ഗുരുതി സമർപ്പണവും നടന്നു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ AS പത്മപ്രഭ, PK ഹരിഹരൻ, PR രവീന്ദ്രൻ, AP രാമകൃഷ്ണൻ, AS ദേവദാസ്, EV ധർമ്മൻ, PB രണൻ, PV സത്യവ്രതൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈസ്റ്റർ, വിഷു, ഈദ് ദിനങ്ങൾക്കായി ഒരുങ്ങുന്ന കുടുംബങ്ങൾക്കായി കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റുമായി പ്രവാസി വ്യവസായി CP സാലിഹ് ചെയർമാനായ വലപ്പാട് CP മുഹമ്മദ് അലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തവണ അർഹരായ 25,000-ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയാണ് ഈ വർഷത്തെ പദ്ധതിക്ക് തുടക്കമിട്ടത്. മുൻ വർഷങ്ങളിലേതുപോലെ ചെറിയ പെരുന്നാളിന്റെ നോമ്പ് ദിനങ്ങളിലാണ് മതസഹോദര്യത്തിന്റെ കണ്ണിയാകുന്ന കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റ് CP ട്രസ്റ്റ് ഒരുക്കാറുള്ളത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്മേലുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്ററും സമൃദ്ധിയുടെ വിഷുക്കാലവും പുണ്യങ്ങളുടെ പൂക്കാലമായ നോമ്പിന്റെ പൂർണ്ണതയായ ചെറിയ പെരുന്നാളും ആഘോഷിക്കാനൊരുങ്ങുന്ന നിർധനർക്ക് വീണ്ടും കൈത്താങ്ങാവുകയാണ് CP ട്രസ്റ്റ്. ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട്, എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, SN പുരം, എടവിലങ്ങ്, എറിയാട് മേഖലകളിൽ നിന്ന് അർഹരായ കുടുംബങ്ങളെ കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകാനായി തിരഞ്ഞെടുത്തു. ആത്മീയമായ സുഖം നൽകുന്ന നാളുകളിൽ നിർധന കുടുംബങ്ങളിലുള്ളവർ പട്ടിണിയില്ലാതെ കഴിയണമെന്നതായിരുന്നു CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് സുഹൃത്തുക്കൾക്ക് നൽകിയ നിർദ്ദേശം. 13 ഇനം പല വ്യഞ്ജനങ്ങൾ അടങ്ങിയതാണ് കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റ്.
അഴീക്കോട് മാർത്തോമ മുൻ റെക്ടർ സുപ്പീരിയർ ഫാദർ JB പുത്തൂർ, തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, വലപ്പാട് പുത്തൻപള്ളി മഹല്ല് ഖത്തീബ് അബ്ദുസമദ് ഫൈസി എന്നിവർ ചേർന്ന് ഭക്ഷ്യധാന്യ കിറ്റുകളുടെ ആദ്യഘട്ട വിതരണത്തിന് തുടക്കമിട്ടു. ചില ആളുകൾ ചിന്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സമ്പത്ത് സമാർജിക്കുന്നത് എന്തോ ഒരു കൊടിയ പാപമായിട്ട് തെറ്റായിട്ടാണ്. സമ്പത്ത് സമാർജിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ ചൂഷണം ചെയ്തിട്ടും പിഴിഞ്ഞും ഒക്കെയാണ്, അതുകൊണ്ട് അത് തെറ്റായ സംഗതിയാണ് എന്ന് ചെറിയൊരു വിഭാഗം ആളുകളെങ്കിലും വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലുമൊക്കെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അതിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ളതും നേരെ മറിച്ചാണ്. സദഹസ്തേന സമാഹാര സഹസ്രഹസ്തേന സംവിക്കിര. 100 കൈകളെ കൊണ്ട് അജരാമരമർത്ഥമാർത്ഥയെ സമ്പാദിക്കുക, 1000 കൈകളെ കൊണ്ട് നീ അത് സമൂഹത്തിനായി മറ്റുള്ളവർക്കായി സംവിക്കിര, അവർക്ക് വേണ്ടി അത് ദാനം ചെയ്യുക. ആൾക്കിടയിൽ ജീവിക്കുന്ന നമ്മളെ എത്രയൊന്നും സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ആയിട്ട് ഉയർച്ചയിലെത്താത്ത ആളുകളെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സംരംഭമാണ് CP ട്രസ്റ്റ് എല്ലാ കാലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ പള്ളിയിൽ, നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്, അവിടെയും ഇതേപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നു. വളരെ സന്തോഷം. പരിശുദ്ധ ഇസ്ലാമിലും ഓരോ മതത്തിലും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വല്ലാതെ പ്രചോദനം കൊടുക്കുന്നത് കാണാൻ കഴിയും. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവ് തന്ന അനുഗ്രഹത്തിൻ്റെ വലുപ്പം മനസ്സിലാവാൻ, എത്രത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ, സൃഷ്ടാവിൻ്റെ അടുക്കൽ ആദരണീയരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് വ്യക്തമാവാൻ പറഞ്ഞു തരുന്ന ഒരു പരിഹാര നടപടി ഉൻദുറു ഇലാ അസ്ഫല മിൻകും എന്നാണ്. ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, വാട്ട് വി ഹിയർ വി ഫൊഗറ്റ്, വാട്ട് വി സീ വി റിമെമ്പർ, വാട്ട് വി ഡു വി നോ. ഇത് മനഃശാസ്ത്ര വിഭാഗത്തിലെ ബാലപാഠങ്ങളിൽ ഒന്നാണ്. നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. വർത്തമാനം പറയാനൊക്കെ വളരെ എളുപ്പമാണ്. അത് പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ദേഹത്തിൽ കൊടുന്നില്ല. ട്രസ്റ്റ് പ്രതിനിധികളായ TM നിസാബ്, ഷമീർ എളയടത്ത്, സേവിൻ പള്ളത്ത്, ഹിലാൽ കുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടത്ത് വാടക വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപ്പിന്നി സ്വദേശി ഏറാക്കൽ വീട്ടിൽ 66 വയസ്സുള്ള സുവർണനാണ് മരിച്ചത്. കഴിമ്പ്രം ബീച്ച് റോഡിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ വീട്ടിലാണ് സുവർണൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. എടമുട്ടം പുളിഞ്ചോട് റോഡിലുള്ള ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു സുവർണൻ. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6125 രൂപ, പവന് 49,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുവനം പകൽപൂരം തിങ്കളാഴ്ച രാവിലെ 3 ആനകളുടെ അകമ്പടിയോടെ നടന്നു. തുടർന്ന് പട്ടിണി ശംഖ് ചടങ്ങ് നടന്നു. ലോക്സഭാ ഇലക്ഷനിൽ വ്യാപാരികളുടെ വോട്ട് നോട്ടയ്ക്ക് ചെയ്യാൻ തീരുമാനം. ഷേർപ്പിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കീഴിലെ തൊഴിലാളികളുടേതാണ് തീരുമാനം. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും യാത്രയയപ്പ് നൽകി. സാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ഉടമയായ 2.5 വയസ്സുകാരൻ ഇഷാൻ ദേവിനെ ആദരിച്ചു.
കവിയും സംഗീത സംവിധായകനുമായ പന്തളം എൻ സജിത് കുമാറും കവയിത്രി ദർശന കളരിക്കലും ചേർന്ന് ആദരവ് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.